അനൗൺസ്മെൻറ്റ് മുതൽക്ക് ഞാൻ കാത്തിരുന്നൊരു സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷൻ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒരു കള്ളൻ്റെ കഥ പറയുന്ന സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷൻ. എനിക്ക് ഈ സിനിമയിലെ വിഷ്വൽസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്ന പോലെ തോന്നിയിരുന്നു. കാരണം ചില ആക്ഷൻ സീക്വൻസൊക്കെ വരുന്ന സമയത്ത് ആ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ ഈ പറയുന്ന പോലെ VFX, സിനിമാറ്റോഗ്രാഫി, കളറിങ്, ഈ വക കാര്യങ്ങളിലൊക്കെ ഈ സിനിമ നീറ്റാണ്. ഒരു 30 കോടിയുടെ ബഡ്ജറ്റ് ഈ സിനിമയ്ക്കുണ്ട് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ വിഷ്വലിൻ്റെ കേസിൽ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പെർഫോമൻസിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ടൊവിനോ ഈ സിനിമയിൽ ട്രിപ്പിൾ റോളിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുഞ്ഞിക്കേളുവിൻ്റെ ഇൻട്രോ ഷോട്ടൊക്കെ രസമുണ്ടായിരുന്നെങ്കിലും ആ ക്യാരക്ടറിന് വല്ലാണ്ട് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പോർഷൻസ് ഒന്നും ഈ സിനിമയ്ക്ക് ഇല്ല. അപ്പോൾ അതിലിപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ തക്ക രീതിയിലുള്ള സംഭവങ്ങളൊന്നും ഉള്ള പോലെ തോന്നിയിട്ടില്ല. പക്ഷെ മണിയൻ എന്ന ക്യാരക്ടർ കൊള്ളാം. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടൊവിനോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ആ ഒരു ക്യാരക്ടറിന് ബേസ് ചെയ്തുള്ള ഇവൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ ഈ സിനിമ നീറ്റാണ്. അജയൻ്റെ കേസ് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് ഓക്കെ, പക്ഷേ അങ്ങനെ ഒരു കിടിലം ഫീലൊന്നും എനിക്കതിൽ തോന്നിയിട്ടില്ല. ഈ സിനിമയുടെ ഒരു നരേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് അതൊരു ഇൻകൺസിസ്റ്റൻറ്റ് ലെവലിൽ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്ലാഷ് ബാക്ക് സെഗ്മെൻറ്റ്സൊക്കെ രസമുണ്ട്. പക്ഷേ അജയൻ എന്ന ക്യാരക്ടറിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് അതിൽ പ്രത്യേകിച്ച് ഒരു ഹൈയും കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതിൻ്റെ പ്രധാന കാരണം ഈ സ്ക്രീൻ പ്ലേ തന്നെയാണ്. കാരണം ഒരു ഭയങ്കരമായ ഡെപ്തിലോ അല്ലെങ്കിൽ നല്ലൊരു ഹൈ ഫീൽ ചെയ്യുന്ന രീതിയിൽ ഈ സിനിമയെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അതിൻ്റെ ഒരു പോരായ്മ. അപ്പോൾ സ്ക്രീൻ പ്ലേക്ക് നല്ല ഫ്ലോസ് ഉണ്ട് എന്നുള്ളത് പലപ്പോഴും എനിക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ അത് കാരണം എനിക്കൊരു മിക്സഡ് ഫീൽ ആ ഒരു കേസിൽ ഈ സിനിമയുടെ അകത്ത് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ മ്യൂസിക് ദിബുനേനൻ തോമസ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം ചില സെഗ്മെൻറ്റ്സൊക്കെ വരുന്ന സമയത്തിൻ്റെ ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. ഓവറോൾ പറയുമ്പോൾ അജയൻ്റെ രണ്ടാം മോഷണം എനിക്കൊരു ആവറേജ് ഫിലിമായിട്ടാണ് തോന്നിയത്. ഒരു നല്ലൊരു മെറ്റീരിയൽ പ്രതീക്ഷിച്ചു, പക്ഷേ അങ്ങനത്തെ ഒരു ലെവലിലൊന്നും ഈ സിനിമ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.